എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ്ടോ, എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്നിറങ്ങുന്ന ഒരു ജംഗ്ഷനാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാതെ മറ്റു ജോലിക്കൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ്. ഈ കാണുന്നത് ഓൾഡ് ഹൈവേ ഉണ്ടോ, തൊട്ടപ്പുറത്ത് കൂടെയാണ് ഇപ്പൊ പുതിയ ഹൈവേ പോകുന്നത്. ഇത് ഓൾഡ് ഹൈവേ ആണ്. അപ്പൊ ഈ കാണുന്നത് നേവിയുടെ റോഡാണ്, NAD റോഡ്. അപ്പൊ നമുക്ക് ഈ റോഡിൽ കൂടിയാണ് പോകേണ്ടത്. അപ്പൊ ഈ റോഡിൽ കൂടി പോയിട്ട് ഈ വീഡിയോയുടെ ഉദ്ദേശവും കാര്യങ്ങളും എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ പോകുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആരോഗ്യാലയമാണ്. ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം ഉള്ള റോഡാണ് ഈ കാണുന്ന NAD റോഡ്. അപ്പൊ ഇതുവഴി ബസ് റൂട്ട് ഉള്ളതാണ്. ആലുവയ്ക്ക് പോകുന്ന റോഡാണ്. ഈ വഴി നമുക്ക് NAD വഴി ആലുവയ്ക്ക് പോകാം. അപ്പൊ ഈ കാണുന്നതെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് കേട്ടോ. ഇവിടെയാണ് വനിതാ പോളിടെക്നിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. ഈ കാണുന്നത് വനിതാ പോളിടെക്നിക്ക് ആണ്. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കാണാം. ആ കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ്. അങ്ങനെ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇനിയാണ് ഞാൻ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഇപ്പോൾ HMD ജംഗ്ഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല ഞാൻ ഈ പറയുന്ന സ്ഥലത്തേക്ക്. അതേത് സ്ഥലമാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടം മുതൽ നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തെ വെല്ലുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കണ്ടോ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ബസ് റൂട്ടുള്ള ഒരു സ്ഥലം. അതുപോലെ ഒരുപാട് ആളുകൾ ജോലിക്കൊക്കെ ആയിട്ട് നിരന്തരം ദിവസേന ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ റോഡാണ്. അതായത് മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ്. ഈ റോഡ് NADയുടെ വകയാണ്. അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ആ കാണുന്നത് അപ്പോളോ ടയേഴ്സ് ആണ് കേട്ടോ. അപ്പോളോ ടയേഴ്സിന്റെ പുറകുവശമാണ് ഇത്. അവിടെയാണ് ഈ മാലിന്യം. ഇവിടെ മാത്രമല്ല, ഈ റോഡിന്റെ ഇവിടം മുതൽ തുടങ്ങുകയാണ്. ഇവിടം മുതൽ അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനെ വെല്ലുന്ന തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിൽ. അപ്പൊ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും കാണുന്ന കാഴ്ചകൾ മാലിന്യങ്ങളുടെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ഈ താഴേക്കെല്ലാം മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയാണ്. നഗരസഭയുടെ നേതൃത്വത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലായിക്കോട്ടെ ഇവിടെ ഒരുപാട് തവണ വേസ്റ്റ് കൊണ്ടിടുന്ന ആളുകളെയൊക്കെ തടഞ്ഞു വെക്കുകയും പിഴ അടപ്പിക്കുകയും എല്ലാം ചെയ്താണെങ്കിലും അതിനൊരു കുറവുമില്ല ഇപ്പോൾ മാലിന്യം ഇടുന്നതിന്. ഓപ്പോസിറ്റ് കണ്ടമാണ് കേട്ടോ. കൃഷിയില്ലാത്ത പുഞ്ച കണ്ടങ്ങളാണ് ഓപ്പോസിറ്റൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ഗുഡ്സിൽ നിന്നും ലോറിയിലേക്ക് കമ്പി ഇറക്കുകയാണ്. ജോലിക്കാർ കമ്പി ഇറക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗുഡ്സ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അപ്പുറത്തെ സൈഡിലാണ്, കാണാൻ കഴിയില്ല. ഒരുപാട് ലോറികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ചുമട്ട് തൊഴിലാളികൾ ലോറിയിലേക്ക് കമ്പി കയറ്റുന്ന കാഴ്ചയാണ്. അപ്പൊ ഇവിടുന്ന് ഈ റോഡ് കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ എപ്പോഴും ഉള്ളത് കൊണ്ട് ഇവിടെ അധികം മാലിന്യം കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. വീണ്ടും ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാലിന്യ കൂമ്പാരം, വെറും മാലിന്യമല്ല, മാലിന്യ കൂമ്പാരങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ലോറികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഈ കാണുന്ന വളവ് വളഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിപ്പോ HMD ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമാണ്. ഇവിടുന്ന് വീണ്ടും ഈ റൈറ്റ് സൈഡിലെല്ലാം മാലിന്യങ്ങളാണ്. കണ്ടോ, ആ റൈറ്റ് സൈഡിൽ എല്ലാ മാലിന്യങ്ങളും, ഒരുപാട് മാലിന്യങ്ങൾ ആ ഏരിയയിലൊക്കെ ഉണ്ട്. ഇതിന് അടുത്തായി തന്നെയാണ്, ഇവിടെ തന്നെയാണ് കേന്ദ്രീയ വിദ്യാലയം ഉള്ളത്. ഇവിടെയും കുറെ മാലിന്യങ്ങൾ കിടക്കുന്നുണ്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ മാലിന്യ കൂമ്പാരങ്ങളല്ല, വലിയ വലിയ മാലിന്യ കൂമ്പാരങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ ചെറുതായതുകൊണ്ട് ഞാൻ ഇവിടെ അധികം വണ്ടി നിർത്തുന്നില്ല. ഈ സൈഡിലെല്ലാം, ഈ റോഡിന്റെ സൈഡിലെല്ലാം മാലിന്യങ്ങളാണ്. പകർച്ചവ്യാധികൾ
പിടിപെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ മാലിന്യങ്ങളാണ്. ഈ മാലിന്യം ഇട്ടേക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന കേന്ദ്രീയ വിദ്യാലയം. ഇതാണ് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ജംഗ്ഷൻ. അവിടെ ഒരു ബസ് സ്റ്റോപ്പ്. ഈ കാണുന്ന മതിൽക്കെട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ആണ്. കൊച്ചു കുട്ടികളടക്കം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള മാലിന്യ കൂമ്പാരങ്ങളാണ്. പകർച്ചവ്യാധികൾ പിടിപെടാൻ വളരെ എളുപ്പം. ഇതാണ് കേന്ദ്രീയ വിദ്യാലയം. ഈ സ്കൂളിന്റെ ഇരുവശങ്ങളിലും സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പും സ്കൂൾ കഴിഞ്ഞിട്ടും എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ മാലിന്യ കൂമ്പാരങ്ങളാണ്. റോഡ് വളരെ ശോകമാണ്. അപ്പൊ സ്കൂളിന്റെ അവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഇപ്പൊ ഈ പോകുന്ന റോഡിലെല്ലാം ചെറിയ ചെറിയ മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ദഹിക്കണ്ടോ, ഇവിടെ എല്ലാം റോഡ് സൈഡിലെല്ലാം കിടക്കുന്നുണ്ട്. അതെല്ലാം ഈ ഫുള്ള് റോഡ് മാലിന്യമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ, ഈ കാട് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റെയിൽപാളം പോകുന്നുണ്ട് കേട്ടോ. NAD റെയിൽപാളമാണ്, പാസഞ്ചർ ട്രെയിൻ ഉള്ളതല്ല. ഈ കാണുന്നത് നേവിയുടെ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ക്വാർട്ടേഴ്സ് ആണ്. നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിനടുത്തും മാലിന്യ കൂമ്പാരങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ എല്ലാം റോഡ് സൈഡിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കുക. നിരവധി യാത്രക്കാരാണ്, ആയിരക്കണക്കിന് ആളുകൾ ദിവസേന കടന്നു പോകുന്ന ഒരു വഴിയിലാണ്. ഇത് കണ്ടോ, ഇത് വഴിയിൽ നിന്നും ഒരുപാട് ദൂരെയോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്തൊന്നുമല്ല. ഇത് കണ്ടോ, മാലിന്യ കൂമ്പാരം. തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയധികമുള്ള സ്ഥലം. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ എങ്ങും കാണില്ല തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു സ്ഥലം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ഇത്. കണ്ടോ, ഇതൊക്കെ കൃഷി പണ്ടുണ്ടായിരുന്ന കണ്ടങ്ങളാണ്. ഇപ്പോൾ അവിടെ കൃഷിയൊന്നുമില്ല. ഇവിടുന്ന് പകർച്ചവ്യാധി പിടിപെടില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? ഇതിനകത്ത് എല്ലാ വേസ്റ്റും ഉണ്ട്. കോഴി വേസ്റ്റ്, മറ്റുള്ള എല്ലാ വേസ്റ്റുകളും. അവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് NADയിലേക്കുള്ള റൂട്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കാണാം. ഇവിടെ കുറച്ചുണ്ട്, ഞാൻ വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ റൈറ്റ് സൈഡ് ഒക്കെ കാടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഇത് കണ്ടോ, ഇവിടേക്കൊക്കെ ഒരു തെരുവുനായി നിൽക്കുന്നുണ്ടോ. ഇത് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല, ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വളരെ പേടി സ്വപ്നമാണ് ഈ തെരുവ് നായ്ക്കള്. തക്കം കിട്ടിയത് ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യും, വണ്ടിക്ക് വട്ടം ചാടുകയും ചെയ്യും. കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന വളരെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്തെ എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ഈ മാലിന്യം ഇടുന്നവർ കാണിച്ചു തരുന്നത്. ആ കാണുന്ന ദൂരെ കാണുന്ന വെള്ള കളർ കണ്ടോ, അതെല്ലാം മാലിന്യങ്ങളാണ്. നമ്മൾ ആദ്യം വന്ന റോഡാണത്. ആ കാണുന്ന എല്ലാം നീളത്തിൽ കാണുന്നതൊക്കെ മാലിന്യം ഇട്ടേക്കുന്നതാണ്. ഇത്രയും മനോഹരമായ സ്ഥലത്തെയാണ് നശിപ്പിച്ചിരിക്കുന്നത് മാലിന്യം ഇട്ട്. അധികൃതർ എന്ത് നടപടി എടുക്കുമെന്ന് ആർക്കും അറിയില്ല.
ഇരുവശത്തും ഇങ്ങനെ കാട് തിങ്ങി നിൽക്കുന്നതും രാത്രികാലങ്ങളിൽ അധികം ആളില്ലാത്തതും സാമൂഹ്യദ്രോഹികൾ ഉൾപ്പെടെ ഇതുപോലെ മാലിന്യം വലിച്ചെറിയുന്നവർക്കെല്ലാം സഹായമാണ്. ഇതാണ് മറ്റൊരു മാലിന്യ കൂമ്പാരം. എല്ലാം മീറ്ററുകൾക്ക് ഉള്ളിലാണ് കേട്ടോ. ഈ കാണുന്ന ഇതെല്ലാം മീറ്ററുകൾക്കുള്ളിലുള്ള കാഴ്ചകളാണ്. ഇതുണ്ടോ? ഭാണ്ഡ കെട്ടുകൾ പോലെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പോലും ഇത്രയും മാലിന്യം കാണില്ല എന്ന്. മൂക്ക് പൊത്താതെ ഇതിലെ വരാൻ കഴിയില്ല. തൊട്ടടുത്തായിട്ട് തന്നെ ജനവാസ മേഖലയിൽ തന്നെ അവിടെയൊക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട്. നിസ്സാര ദൂരേ ഉള്ളൂ ആ വീടുകളിലേക്കൊക്കെ. ഹോട്ടൽ വേസ്റ്റും എല്ലാം ഉണ്ട്. ഇതൊരു ആൾതാമസമില്ലാത്തൊരു സ്ഥലവോ അങ്ങനത്തെ ഒരു പറമ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന റോഡിന്റെ വശങ്ങളിൽ കാണുന്ന കാഴ്ചയാണ്. ഇതാണ് ആ റെയിൽ പാളം, NADയിലേക്ക് പോകുന്ന. വല്ലപ്പോഴും ഒക്കെ അതിലെ ട്രെയിൻ ആയുധങ്ങളും ഒക്കെ ആയിട്ട് ട്രെയിൻ പോകുന്ന റെയിൽ പാളം അതിടയ്ക്കൊക്കെ ഉള്ളൂ. തെരുവുനായ്ക്കള് പെറ്റ് പെരുകാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് ഈ ഇതുപോലെ മാലിന്യം ഇടുന്നത്. അതും ഹോട്ടൽ മാലിന്യവും മറ്റുള്ള എല്ലാം. ഈ വിവാഹ പാർട്ടികള് വിവാഹം കഴിയുമ്പോൾ അവിടുന്ന് കൊണ്ടുവരുന്ന ആ മാലിന്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ HMD ജംഗ്ഷനിൽ നിന്നും, ആദ്യം കാണിച്ച HMD ജംഗ്ഷനിൽ നിന്നും നിസാര ദൂരത്തിൽ കാണുന്ന ഒരുപാട് മാലിന്യങ്ങൾ ഇട്ടേക്കുന്ന ഒരുപാട്, ഞാൻ ചെറിയതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വലിയ വലിയ കൂട്ടമായിട്ടുള്ളതാണ് ഉൾപ്പെടുത്തുന്നത്. ഈ റോഡ് ഇവിടെ മുതൽ ഹൈവേ വരെ മാലിന്യങ്ങളാണ്. ഇതിനെതിരെ അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരുവിധം അല്ലെങ്കിൽ ഒരു പരിധിവരെയൊക്കെ പകർച്ചവ്യാധികളും മറ്റുമൊക്കെ തടയാൻ കഴിയും. തെരുവ് നായ്ക്കളിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ കഴിയും. അതേ ബസ് വരുന്നുണ്ടോ? ബസ് റൂട്ടാണ്. ബസ് അവിടെ എത്തുമ്പോൾ ബസ്സിലിരിക്കുന്ന ആളുകൾ മൂക്ക് പൊത്തും. അതാണ് ഈ റോഡിന്റെ അവസ്ഥ. അപ്പോൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവര് ഉണർന്ന് പ്രവർത്തിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.